ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും ഒരു ട്രക്കിംഗ് യാത്ര പോവുകയാണ്. ഇത്തവണ പോകുന്നത് വീണ്ടും ഹിമാലയത്തിലോട്ട് തന്നെ. ഈ ഹിമാലയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ വീണ്ടും 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 നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇതെൻ്റെ 5ാമത്തെ ഹിമാലയൻ ട്രിപ്പാണ്. ഇത്തവണ പോകുന്നത് വീണ്ടും കസോളിലാണ്. കസോൾ എന്ന് പറഞ്ഞാൽ സർപാസ് എന്ന് പറയുന്നൊരു ട്രക്കാണത്. 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പോയിട്ട് ഇനി ഒരു 8-9 ദിവസം ട്രക്കിങ്ങിലാണ്. അപ്പോൾ പാർവതി വാലിയിലാണ് ഈ ട്രക്കിംഗ് ഉള്ളത്. ഓക്കെ. കൊച്ചിയിൽ നിന്നും രാവിലെ തുടങ്ങിയ യാത്ര ഉച്ചയായപ്പോഴേക്കും ഡൽഹി എത്തി. ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം കാശ്മീർ ഗേറ്റിൽ നിന്നും ബുണ്ടറിലേക്കുള്ള ബസ് ഞങ്ങൾ എല്ലാവരും എടുത്തു. എൻ്റെ ട്രക്ക് മേറ്റ്സ് എല്ലാവരും ഡൽഹിയിൽ വെച്ച് മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രാവിലെ ആയപ്പോഴേക്കും ബുണ്ടറിലെത്തി. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ലെറ്റ്സ് ഗോ. ഞങ്ങളങ്ങനെ ബുണ്ടറിലെത്തി. ഈ ബുണ്ടർ എന്ന് പറയുന്നത് കുളു ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഈ ബുണ്ടർ എയർ സ്ട്രിപ്പ് ഉണ്ട് ഇവിടെ, കുളു എയർപോർട്ട്. ചെറിയ എയർപോർട്ടാണ്. ചെറിയ ചെറിയ ഫ്ലൈറ്റെല്ലാം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ കസോൾ, അത് ഏകദേശം ഒരു 1 hour എടുക്കും കസോളിലേക്ക്. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നു. ഇതെല്ലാം ഞങ്ങളുടെ ബാഗെല്ലാം മുകളിൽ ലോഡ് ചെയ്യണം. ഡൽഹിയിലെ തിരക്കും ചൂടും ഒക്കെ കഴിഞ്ഞ് നല്ല മനോഹരമായ കസോളിലേക്കുള്ള യാത്ര. കസോളിലേക്കുള്ള യാത്രയിലാണ് മനസ്സിലാവുന്നത് എത്ര ബ്യൂട്ടിഫുള്ളാണ് കസോൾ എന്നുള്ളത്. കസോളിലേക്ക് എത്തിയിട്ടില്ല. ഇത് നദികളുടെ ഓരം ചേർന്ന് അതൊക്കെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വന്ന കസോൾ ആകെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നല്ല ഗ്രീനറി എല്ലായിടത്തും വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കസോൾ വന്നത്. അന്ന് വിൻ്ററായിരുന്നു. അപ്പോൾ ബാക്കിലൊരു കാറ് വരാനുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത്തവണയും GT-യോടൊപ്പമാണ് സർപാസ് ട്രക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്ട്രെയിറ്റ് അവേ ഞങ്ങളിപ്പോൾ കസോളിലെത്തി. ഫ്രഷായിട്ട് ഗ്രഹൺ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് പോകും. ഞങ്ങളുടെ വണ്ടി വരുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കസോളെത്തിയപ്പോൾ സ്നോ ക്യാപ്പ് മൗണ്ടൻ കാണാം. മണികരൻ അടുത്തുള്ള ശർമ്മ ഗസ്റ്റ് ഹൗസിൽ വന്ന് എല്ലാവരും ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു ഗ്രഹൺ എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ ഗൈഡ് വന്നു, ശിവമാണ്. ശിവം ഖീർഗംഗയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ്. ഇത് ഭയങ്കര ഒരു ഷോപ്പിംഗ് ഏരിയയാണ് ഈ മണികരൻ്റെ സൈഡിൽ. എൻ്റെ ഡോഗ്സ് ഇതേ ഇവിടെ കിടന്ന് ഇറങ്ങുമെങ്കിൽ നല്ല സൈസാണ് അവർക്ക്. ഈ സിഖുകാരുടെ പുണ്യസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മണികരൻ. സോ വെൽക്കം ടു സർപാസ്. We will have a proper briefing in Grahan once we reach at the campsite. ഞങ്ങൾ ഗ്രഹണിലേക്ക് പോവുകയാണ്. 2 ക്യാമ്പർ വന്നിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ലോഡായി. നല്ല ഭംഗിയാണെങ്കിലും ഈ നല്ല പൊടിയാണ്. ഏകദേശം 45 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾ ആ ഗ്രഹൺ വില്ലേജിൻ്റെ താഴെ എത്തുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം ഗ്രഹൺ വില്ലേജിലേക്ക് എത്താനായിട്ട്. ഞങ്ങളുടെ വണ്ടിയെല്ലാം ഇവിടം വരെ എത്തി. ഞങ്ങളത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടിയൊക്കെ തിരിച്ചു പോകുന്നു. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രഹൺ വില്ലേജിലേക്ക്. പക്ഷേ ഇവിടം വരെ എത്തിയ 16 കിലോമീറ്റർ നല്ല കട്ടിയായിരുന്നു. നല്ല ശരിക്കൊരു ഓഫ് റോഡ് വണ്ടി പോയ പ്രതീതിയുണ്ട്. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യും. 7700 അടി ഉയരത്തിലെ
ആകെ 350 പേര് മാത്രമാണ് ആ ഗ്രഹൺ വില്ലേജിൽ താമസിക്കുന്നതെന്ന് പറയുന്നത്. ഏകദേശം 50 വീടുകളും. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. He'll be your last man. Hello. Yeah. Everybody is going to walk in front of him and behind him. Shaji Bhaiya will be your middleman. So nobody will break the trail. It's just 2.53 kilometers. The campsite name is Krishna Cottages. Krishna Cottage. Krishna Cafe. So we are going to Krishna Cafe, the first one. So he'll be your lead man. You guys can start now. Yeah, please. ദൂരെ സ്നോ ക്യാപ്പ് മൗണ്ടൻസ് ഞങ്ങൾക്ക് കാണാം. എന്താ പൂക്കൾ. സമ്മറായപ്പോഴത്തേക്കും നിറച്ച് പൂക്കളാവാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം കസോളിൽ വന്നപ്പോൾ ഇത് മലകൾ മുഴുവൻ ബ്രൗൺ ഷെയ്ഡായിരുന്നു. ഇപ്പോൾ എല്ലാം ഞങ്ങളുടെ GT യിലെ പുതിയ 2 മെമ്പേഴ്സാണ്. ഹായ് ശ്രീലക്ഷ്മി, എങ്ങനെയുണ്ടായി? Super. 15 लोग 15-20 लोग है. यस. ഞങ്ങളെത്തി. ഞങ്ങളുടെ ഇന്ന് സ്റ്റേ ചെയ്യുന്നു. $17, 18 $19. and these all are wild rose, I think. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട്. ഇത് ഇവരുടെ വീടാണെന്ന് തോന്നുന്നല്ലേ? ആ, ये आपका घर है? साक्षी एंड Sanjana. हु इज साक्षी? कौन से क्लास में पढ़ती है? +2. She is in 10th. 10th +2. Humanities, commerce. Her name? Arts. Sanjana. Sanjana and Sakshi. Thank you. ये स्कूल कहाँ पे आप लोगों का? Jadi. कितना दूर है तेरे से? हैं? दूर है काफी. कैसे जाएगा इधर से उतरते? रूम रखा है उधर. छुट्टियों में आता है इधर? अच्छा, ഞാനും അബ്ദുറഹ്മാനും ക്ലാസ്മേറ്റ്സ്. कितने लोग हैं क्लास में? बच्चे? हाँ, कितने बच्चे हैं? है 50 से up ही. हाँ. ഈ ഹിമാലയത്തിലെ കൊച്ചു ഗ്രാമത്തിൽ 3-4 കിലോമീറ്റർ നടന്നു പോയി പിന്നെ വീണ്ടും ദൂരെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ. നമ്മുടെ കുട്ടികളെവിടെ രാവിലെ ബസ് വന്ന് കയറി പോണ കുട്ടികൾ. ഇവരുടെ കാര്യം സമ്മതിക്കണം. ഞങ്ങളുടെ ടെൻറ്റ് സെറ്റ് ആവുകയാണ്. ദിസ് ഫാമിലി ദേ ഹാവ് ജോയിൻ വിത്ത് us for the trip. They are from Mumbai. Yeah, and she is Maitri. ഞങ്ങളങ്ങനെ ഒരു വില്ലേജ് വാക്കിന് ഇറങ്ങിയതാണ്. സമയം 5:15 ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നോക്കി. മുകളിലെല്ലാം കല്ലിൻ്റെ സ്ലാബാണ് അവർ വെച്ചേക്കുന്നത്. ഇത് മൃഗങ്ങൾക്ക് ഫീഡാണ്. അവർ വൈക്കോലെല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. വിൻ്ററിലേക്കുള്ള വിറകുകളൊക്കെ വെച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ക്യാബേജ് ആണ്. നോ ഐഡിയ. ഈ ഉള്ള കാരണം ആളിലിരുന്ന് വർക്ക് ചെയ്യണമുണ്ട്, പഠിക്കണമുണ്ട്, എല്ലാം ഉണ്ട്. വെൽക്കം ടു ഗ്രഹൺ. ഇവരുടെ അമ്പലമാണത്. ഇവരുടെ കംപ്ലീറ്റ്ലി മരത്തിലാണ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. അതെ, എല്ലാവരും ഇവിടെ കളിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലുള്ള ആകെ ഒരു ചെറിയൊരു പരന്ന സ്ഥലമാണെന്നുള്ളത്. എന്ത് ഭംഗിയുള്ള വില്ലേജ്. എൻ്റെ മേൽക്കൂരയൊക്കെ ഇങ്ങനെ സ്ലാബ് വെച്ച് വെള്ളം ചോരില്ലെന്നാ പോയിന് അടിയിൽ. അതുപോലെ ഇരിക്കും അവർ വെച്ചിരിക്കുന്നത്.
വേറൊരു ലോകം. ഹിമാചലും കാണാനായിട്ട് ഭംഗിയാണ്. ആ വീടിൻ്റെ മുമ്പിലേക്കണ പൂവിൻ്റെ കളറ്, വൈൽഡ് റോസിൻ്റെ കളറ് എന്താ ഭംഗി, എന്താ കളറ്. വൈഫൈ എത്തിച്ചേക്കുന്നതുകൊണ്ട് ടൂറിസം ശരിക്കുണ്ട്. ആളിവിടെ വന്ന് വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യേണ്ടതെന്നാണ്. ഹായ് വീറ്റ്. ആ അതെ, അവർ ഗോതമ്പ് കൃഷി ചെയ്തേക്കണം കുറച്ച് സ്ഥലത്ത്. ये गेहूं है ना? जौ है, हाँ। जोड़ा, जौ, ചോള. കോൺ. ഓ ഗേഹു നെയ്യ്. ഓക്കെ. ഒരു മരം മുഴുവൻ പൂത്ത് നിൽക്കുന്നു. ദൈവം ബ്യൂട്ടി എല്ലായിടത്തും കോരി ഒഴിച്ചേക്കാണ്, വാരി നിറച്ച്. അതാണ് ഹിമാചൽ പ്രദേശ്. കൊച്ചിനെ പുറകിൽ തൂക്കിയിട്ടിട്ടാണ് പണിയെടുക്കുന്നത്. ഇവരിവിടെ ഒരു വീട് പണിയുന്നതാണ് തോന്നുന്നു. തടിയും ഈ കിടക്കണ കല്ലുമാണ്. അത് വെച്ചിട്ട് എന്ത് ഫിനിഷിങ്ങിലാണ് വന്നേക്കണേ നോക്കി. കല്ല് പാക്ക് ചെയ്തേക്കണവർ. ഗ്രഹാൻ വില്ലേജ്. ഇതാണ് ഗ്രഹാൻ വില്ലേജ്. ഗ്രഹാൻ വില്ലേജിലെ ഇങ്ങനെയാണ് വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വീടുണ്ടാക്കുന്നത് എല്ലാം നന്നായിരിക്കുന്നു. നാളത്തെ ട്രക്കിന് മുമ്പ് ഒരു വില്ലേജ് വാക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മനോഹരമായൊരു വില്ലേജാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലുള്ളൊരു കൊച്ചു ഗ്രാമം. ഇവിടെ എല്ലാം ഉണ്ട്. ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, 3 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ഇവിടെ എത്തണമെന്നുള്ളത്. അതൊരു പക്ഷേ എല്ലാവർക്കും വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം വാഹനങ്ങളില്ല, ഒന്നുമില്ല. പിന്നെ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ഇവിടെ ആളുകളിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയിരുന്നു, ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. വളരെ ശാന്തമായ ഒരു ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. ചിലരിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചിലരിരുന്ന് വായിക്കുന്നുണ്ട്. ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. അല്ലെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടും. മരങ്ങളൊക്കെ മുഴുവൻ പൂത്ത് നിൽക്കുകയാണ്. നോക്കി. ഞങ്ങളുടെ ടീമെല്ലാം അവിടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ വില്ലേജ് വാക്ക് കഴിയണം. തിരിച്ച് ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് പോകണം. ദൂരെ മുകളിൽ നിന്ന് ലേഡീസ് വർക്കൊക്കെ കഴിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എത്രയോ കിലോമീറ്റർ താഴെയുന്നത് എല്ലാം കൂടി ചുവന്ന് കൊണ്ടുവരണം. ഈ ഒരു ഷേപ്പും ഇല്ലാത്തത് ഈ കിടക്കുന്ന കല്ലുകളാണ് അവർ ഷേപ്പാക്കി മരം ഇത് വെച്ച് ചെയ്തിരിക്കുന്നത്. ഈ നിൽക്കുന്നതൊക്കെ വൈൽഡ് ഓർക്കിഡാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല എക്സാക്ട്ലി. ഇവിടെ ഇവരെല്ലാവരും പറയുന്നതാണ് ഇതെല്ലാം വൈൽഡ് ഓർക്കിഡ്സാണ്. കൃഷ്ണ അമ്മയും മോനും കൂടി വർക്ക് കഴിഞ്ഞ് കയറി വരെയാണ്. ഇത് മില്ലറ്റാണെന്ന് പറയുന്നത്. No, it is corn. The solitary reaper. വില്യം വേഡ്സ്വർത്തിൻ്റെ റീപ്പർ പാടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ പാടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും പെട്ടെന്നൊരു ഓർമ്മ വന്നു. ഞങ്ങളുടെ വില്ലേജ് വാക്ക് ആൾമോസ്റ്റ് കഴിയാറായി. ഇത്രയും നേരം നടന്നിട്ട് ഒരു ബ്ലൂ കളറുള്ള വീട് ആദ്യമായിട്ടാണ്. The 3 kilometers, something like 30 kilometers. We cannot move our steps, but it is possible. So Sarpas is
It's a tough game. I don't want to say that it is easy truck. It's considered as easy to moderate truck. Don't take that word. Let's take it as a difficult truck. We are going to do it together. Like Shaheen sir said, we are going to celebrate in Kalga. Can we do that? Yeah. Surpass is a tough trial, but we are going to do it together. So, one more time.